ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജോവിയൽ ഡയമണ്ട്സ്. അതായത് നമ്മുടെ ജോവിയൽ ഡയമണ്ട്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിൽ വന്നിരിക്കുന്ന കുറേ നല്ല വളയുടെ കളക്ഷൻസ്, അഡ്ജസ്റ്റബിൾ ടൈപ്പ് വളകളൊക്കെയാണ് വരുന്നേക്കണേ. അതൊക്കെ നമുക്ക് നോക്കിയാലോ. കുറേ കളക്ഷൻസ് പുതിയ വന്നിട്ടുണ്ട് ബാങ്കിൽ. അപ്പോൾ ഫസ്റ്റ് നല്ലൊരു മോഡലുണ്ട്, ഒരു ആഡിൻ ഷേപ്പിൽ വരുന്ന ഒരു ലോക്കറ്റ് ഉണ്ട്. സ്ക്വയർ ടൈപ്പ് തന്നെ നല്ലൊരു ഡിസൈനാണ്. അടുത്തതും തന്നെ ഒരു ആഡിൻ ഷേപ്പ് തന്നെയാണ്. പിന്നെ ഇത് ഇങ്ങോട്ട് നോക്കി, ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് നല്ലൊരു മോഡലാണ്. ഇത് ഇങ്ങനത്തെ വന്ന ഒരു ഡിസൈൻ നോക്കി, സ്ക്വയർ ടൈപ്പ്. അതിന് വേറൊരു 3-4 ഡിസൈൻ വേറെയും ഉണ്ട്. നോക്കി, നല്ലൊരു ഡിസൈൻ അല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമുക്ക് അതായത് കയ്യിലേക്ക് ഇട്ടിട്ട് ഇത് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്നോളും, ലോക്കായി കിടന്നോളും, പോകത്തില്ല കേട്ടോ. ഇതാണ് പുതിയത് വന്നത്. ഇത് മോഡൽ നോക്കി, ഇതൊരു വേറെ ടൈപ്പാണ്. ഇത് നോക്കി, വേറൊരു ഡിസൈൻ. ഇതെല്ലാം വേറെ വേറെ ഡിസൈനാണ്. ഇതെല്ലാം നമ്മൾ 32nd ആനിവേഴ്സറിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ജോവിയൽ ഡയമണ്ട്സ്. തോട്ടത്തിൽ ജോവിയൽ ഡയമണ്ട്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. IGA സർട്ടിഫിക്കറ്റ് നമ്മൾ കാണാം. IGAയുടെ സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഡയമണ്ടിൻ്റെ വളയിൽ നമ്മൾ 8800 രൂപ ഈ ഡയമണ്ടിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. മാറി എടുക്കുമ്പോഴും വിലയ്ക്ക് തരുമ്പോഴും നമുക്ക് ഈ 8800 രൂപ തിരിച്ചു കിട്ടുന്നതാണ്. നമുക്ക് ആകെ നഷ്ടം വരുന്നത് മേക്കിംഗ് ചാർജിൽ മാത്രമാണ് നഷ്ടം വരുന്നത്. മേക്കിംഗ് ചാർജ് നമുക്ക് തിരിച്ചു തരുമ്പോൾ ഒരു ഓർണമെൻറ്റിനും കിട്ടുന്നില്ല. അത് മാത്രമാണ് നഷ്ടം വരുന്നുള്ളൂ. കല്ലിന് നമുക്ക് തിരിച്ചു തരുമ്പോൾ, അതായത് ഡയമണ്ട്സിന് നമുക്ക് തിരിച്ചു തരുമ്പോൾ 100% ബൈബാക്ക് ഉണ്ട്. അത് മാറിയെടുത്താലും വിലയ്ക്ക് തന്നാലും നമ്മൾ മേടിച്ചിരിക്കുന്ന വിലയുടെ ഫുള്ളായിട്ട് തിരിച്ചു തരുന്നതാണ് 100%.